രാത്രി ടി വി കണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. ടി വി അവിടെ നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങിയപ്പോഴോ പുലർച്ചെ നമ്മൾ എഴുന്നേറ്റ് ടി വിയിലൊരു ശബ്ദം വരുമ്പോഴായിരിക്കും പെട്ടെന്ന് എഴുന്നേൽക്കുക, അത് ഓഫ് ചെയ്യും. രാവിലെ എഴുന്നേറ്റാലും പൂർണ്ണമായിട്ട് ഉറക്കം മാറിയിട്ടുണ്ടാവില്ല, ഒരു ക്ഷീണം. എങ്ങനെ ഞാൻ അതിനെപ്പറ്റി വായിച്ചു നോക്കിയപ്പോഴൊരു 3-2-1 റൂളിനെ പറ്റി ഞാൻ പഠിച്ചത്. അത് 3 hours കിടക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് മീല് ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടാവണം. കറക്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. 2 hours മുമ്പ് ലാസ്റ്റ് ലിക്വിഡ് കഴിഞ്ഞിട്ടുണ്ടാവണം. 1 hour മുമ്പ് ഇലക്ട്രോണിക്സ് എല്ലാം മാറ്റി വെക്കണം. ഈ ഇലക്ട്രോണിക്സുടെ മൊബൈലും ടി വി എല്ലാം ഉൾപ്പെട്ടു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയും ഗട്ടും എല്ലാം ഹെൽത്തി ആവും. പണ്ട് കാരണവന്മാർ പറഞ്ഞു കേട്ടില്ലേ, അത്താഴം അത്തിപ്പഴത്തോളം കഴിക്കാതെ. അതായത് അതിന്റെ കാരണം ഇതായിരിക്കും, ഈ റിഫ്ലക്സ് കൺട്രോൾ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യത്തിന്. അതുകൊണ്ട് ഈ ഡിന്നർ ഷുഡ് ബി എ വെരി ലൈറ്റ് ഡിന്നർ ആൻഡ് ഷുഡ് ബി ടേക്കൺ ഏർലി എന്ന് പറയുന്നത്. സായിപ്പന്മാരൊക്കെ 6 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും. സത്യം, വെസ്റ്റേണേഴ്സ് 6 മണിക്ക് കഴിക്കും. അവർ 6 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു ഗ്ലൂക്കോസ് സർജ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്ന പറയുന്നത്. പിന്നെ അവർ കഴിച്ചു കഴിഞ്ഞാൽ ആ സർജ് വരുമ്പോഴേക്കും ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യും. നല്ല ഉറക്കം നല്ല വയറിന് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചൊല്ലില്ലേ പണ്ട് ഇംഗ്ലീഷിൽ കുറേ ഇഡിയംസ് പോലെ, ഹി ബിറ്റ് മോർ ദാൻ ഹി ക്യാൻ ച്യൂ. ശരിക്കും അത് ബ്രെയിനെ പറ്റിയാണ് പറയണത്. അതായത് അവന് ഉൾക്കൊള്ളാവുന്നതിനേക്കാളും കൂടുതൽ അവൻ എടുത്തു. ഹി കുഡന്റ് ഡൈജസ്റ്റ് വാട്ട് ഐ സെഡ്. മനസ്സിലായില്ലേ? അവന് ദഹിച്ചില്ല ഞാൻ പറയണത്. ശരിക്കും പറഞ്ഞാൽ അവന് മനസ്സിലായില്ലെന്നോ അല്ലെങ്കിൽ അവന്റെ ബ്രെയിനിലല്ലേ നമ്മൾ ദീസ് തിങ്സ് ആർ പ്രോബ്ലി റിലേറ്റഡ്.